രാജ്യത്ത് ഇരട്ട സ്ലാബ് GST പരിഷ്കരണം ഇന്നു മുതൽ പ്രാബല്യത്തിൽ. 5, 12, 18, 28% എന്നിങ്ങനെ 4 സ്ലാബുകളിലായിരുന്ന നികുതി ഘടനയിൽ തിങ്കളാഴ്ച മുതൽ 5%, 18% സ്ലാബുകൾ മാത്രമേ ഉണ്ടാകൂ. ഇരട്ട സ്ലാബ് ഉൽപ്പന്നങ്ങളുടെ വിലക്കുറവിന് സാധ്യമാകുമെങ്കിലും സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക നഷ്ടം നികത്താതെയാണ് കേന്ദ്രത്തിന്റെ പുതിയ പരിഷ്കരണം. രാജ്യത്ത് ഇരട്ട സ്ലാബ് GST പരിഷ്കരണം ഇന്നു മുതൽ പ്രാബല്യത്തിൽ. 5, 12, 18, 28% എന്നിങ്ങനെ 4 സ്ലാബുകളായിരുന്ന നികുതി ഘടനയിൽ ഇന്നു മുതൽ 5%, 18% സ്ലാബുകൾ മാത്രമേ ഉണ്ടാകൂ. ഇരട്ട സ്ലാബ് ഉൽപ്പന്നങ്ങളുടെ വിലക്കുറവിന് സാധ്യമാകുമെങ്കിലും സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക നഷ്ടം നികത്താതെയാണ് കേന്ദ്രത്തിന്റെ പുതിയ പരിഷ്കരണം. അവശ്യവസ്തുക്കൾ, ഭക്ഷ്യധാന്യങ്ങൾ, മരുന്നുകൾ തുടങ്ങി ഭൂരിഭാഗം സാധനങ്ങളും 5% സ്ലാബിലാണ്. നേരത്തെ ഉണ്ടായിരുന്ന 12%, 28% GST സ്ലാബുകൾ വെട്ടിക്കുറച്ചാണ് പുതിയ പരിഷ്കരണം കൊണ്ടുവന്നിരിക്കുന്നത്. 5%, 18% എന്നിങ്ങനെ 2 പ്രധാന സ്ലാബുകളിലും പ്രത്യേക വിഭാഗത്തിൽ 40% സ്ലാബും ഉൾപ്പെടുത്തിയാണ് പുതിയ മാറ്റങ്ങൾ പ്രാബല്യത്തിൽ വരുന്നത്. പുതുക്കിയ സ്ലാബുകളിൽ നിത്യോപയോഗ സാധനങ്ങൾ, വസ്ത്രങ്ങൾ, മരുന്നുകൾ എന്നിവയ്ക്കും വില കുറയും. ആരോഗ്യ ഇൻഷുറൻസ് നികുതി, ജീവൻ രക്ഷാ മരുന്നുകൾ, ഇന്ത്യൻ നിർമ്മിത ബ്രെഡ് എന്നിവയെ നികുതിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. പുതിയ സ്ലാബ് കേരളത്തിന് പ്രതിവർഷം 10,000 കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കുമെന്നാണ് കണക്കുകൂട്ടൽ. സിമന്റ്, ഓട്ടോമൊബൈൽ ഇൻഷുറൻസ്, ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളുടെ നികുതി കുറവ് എന്നിവ കേരളത്തിൽ നിന്നും 2,500 കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കും. നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറയുമെങ്കിലും ഉൽപ്പന്നങ്ങളുടെ അടിസ്ഥാന വില വർദ്ധിപ്പിക്കാനുള്ള കമ്പനികളുടെ നീക്കത്തെ തടയുന്നതിന് കേന്ദ്രം നടപടി സ്വീകരിച്ചിട്ടില്ല. വ്യാപാര മേഖലയിൽ പുതിയ സ്റ്റോക്കുകൾ എത്തിയാൽ മാത്രമേ ചെറുകിട വ്യാപാര രംഗത്ത് വിലക്കുറവ് പ്രതിഫലിക്കുകയുള്ളൂ. ന്യൂസ് ഡെസ്ക്, സൗത്ത് വിഷൻ.